മുംബൈയിൽ റീത്തയുടെ നാശത്തിന് തുടക്കം കുറിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തോരും മുംബൈയിൽ നമുക്ക് ഇനി കാണാനായിട്ട് കഴിയുന്നത് റീത്ത എന്ന കാപട്യക്കാരിയുടെ കാപട്യങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു അലീനയെയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നാളത്തെ കഥയിൽ ഏകദേശം നമ്മുടെ പൗലോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് എന്ന് കാണാൻ കഴിയും. കാരണം പൗലോസിന് നല്ല രീതിയിലുള്ള അഹങ്കാരവും അസൂയയും ഉണ്ടായിരുന്നല്ലോ. അതിനുള്ള നല്ല തിരിച്ചടി തന്നെ അലീന നാളെ കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്തുകൊണ്ടാണ് തന്നോട് അടുക്കളയിൽ കയറരുതെന്നും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൗലോസിനെ കുടലെടുക്കുകയാണ് അലീന. അതായത് പൗലോസ് ഇതുവരെ അലീനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അലീന പൗലോസിനെ തൻ്റെ കാൽക്കൽ നിർത്തുകയാണ് എന്ന് കാണാം. അതായത് അലീന പറയുന്നുണ്ട്, തനിക്ക് കള്ളത്തരം പറയുന്നവരെയും ചെയ്യുന്നവരെയും യാതൊരു മതിപ്പോ യാതൊരു വിലയോ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ പൗലോസേട്ടാ, നിങ്ങൾ നല്ല ഒരു പണിക്കാരനൊക്കെ ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കള്ളനാണ് ഇപ്പോൾ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മുൻപേ മനസ്സിലായതാണെന്നും നിങ്ങൾ തന്നെ അത് പറയോ ഇല്ലയോ എന്നറിയാനാണ് ഞാനിത് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതെന്നും അലീന പറയുമ്പോൾ പൗലോസ് ആണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ അത് കേൾക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീന പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്? ഇത്രയധികം നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലിയല്ലേ പപ്പ നിങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടുള്ളത്? നല്ല ശമ്പളവും തരുന്നുണ്ട്. പിന്നെ പപ്പയറിയാതെ എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളത്തരവും കാപട്യവും കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴും അവർക്ക് ഉത്തരമില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം മിണ്ടാതെ നിൽക്കുന്ന അവരുടെ അടുത്ത് അലീന പറയുകയാണ്, മിണ്ടാതെ നിന്നിട്ട് യാതൊരു പ്രയോജനവും കാര്യങ്ങളുമില്ല. നിങ്ങൾ കാര്യം തുറന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അത് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേളയിൽ അലീന പറയുന്നുണ്ട്, പൗലോസേട്ടൻ ഇനി ഇവിടെ നിൽക്കുക തന്നെയല്ലേ? ഒരുപാട് തിരിമറിയൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ഇനി പെട്ടെന്നങ്ങനെ ഞാൻ പൗലോസേട്ടനെ വിടുമെന്ന് വിചാരിക്കേണ്ട. അതായത് തൻ്റെ പപ്പയുടെ പണം ഒരുപാട് ഇപ്പോൾ പോക്കറ്റിലാക്കി കഴിഞ്ഞല്ലോ, ജോലി ചെയ്തും ചെയ്യാതെയും. ഒന്നില്ലെങ്കിൽ ചെയ്യാതെ ഇരുന്ന പണം, എടുത്ത പണം തിരികെ തരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ജോലി ചെയ്യുക തന്നെ അനുസരിച്ച്. അല്ലാത്ത പക്ഷം പൗലോസേട്ടനെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം പൗലോസിന് അലീനയുടെ മുൻപിൽ തലകുനിക്കാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസാണെങ്കിൽ പറയുന്നുണ്ട്, കുഞ്ഞെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അങ്ങനെ വഴിക്കുവായോ എന്ന് പറയുന്നു. എന്തായാലും പപ്പയോട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്നും പപ്പയ്ക്ക് നിങ്ങൾ വലിയ വിശ്വാസമാണെന്നും ആ വിശ്വാസം നിങ്ങൾ എത്രമാത്രം പപ്പയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്നും എനിക്ക് പപ്പയെ ഒന്ന് അറിയിക്കണമെന്ന് അലീന പറയുകയാണ്. ഇതേ സമയം കുഞ്ഞെ വേണ്ട എന്ന് പറയുമ്പോൾ അതെന്താ പൗലോസേട്ടാ വേണ്ടാത്തത് എന്ന് അലീന ചോദിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് വിട്ടുവീഴ്ച ചെയ്താണ്
നിങ്ങൾ ഇത്രയുമായത്. ഇനിയും പപ്പ ഞാൻ ഇവിടെ നിന്ന് പോയാലും നിങ്ങളുടെ മേൽ ഒരു കണ്ണ് വെക്കണം. അതിനുവേണ്ടി എന്തായാലും ഞാൻ സത്യം തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീനയുടെ പപ്പയായ സ്റ്റാലിൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുകയാണ്, കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവധക്കുട്ടിയുമുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ ലാലിച്ച, നീ അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നു. എന്താ പച്ച, എന്താ കാര്യം എന്ന് സ്റ്റാലി തിരികെ ചോദിക്കുന്നു. അത് പിന്നെ പപ്പ, ഞാൻ പറഞ്ഞില്ലേ അവരെ വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല എന്ന്. അവർ പപ്പയെ പറ്റിക്കുമെന്ന്. അവർ പപ്പയെ പറ്റിച്ച് ഒരുപാട് പൈസ ഇപ്പോൾ തന്നെ പോക്കറ്റിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് നമ്മുടെ അലീന സ്റ്റാലിൻ്റെ കൈകളിലേക്ക്. ഇതേ സമയം സ്റ്റാലിനെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ഒരുപാട് പണം അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, വരുമാനം ഒരുപാട് കൊടുക്കുന്നുണ്ട്. മറ്റു ജോലിക്കാരെക്കാളും, അതായത് വേറെ എവിടെയും ജോലി ചെയ്യുന്നവരെക്കാളും ഉയർന്ന വരുമാനമാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ടും അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എൻ്റെ പപ്പ, ഇത്രയും തിരിമറി പപ്പയുടെ കൺമുൻപിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ എന്തോരം തിരിമറി പപ്പ കാണാതെ നടക്കുന്നുണ്ട് എന്നൊരൊറ്റ ചോദ്യത്തിൽ സ്റ്റാലിൻ ആകെ പെട്ടുപോവുകയാണ്. സ്റ്റാലിൻ്റെ എല്ലാ വിശ്വാസവും അലീന വേണമെങ്കിൽ തകർത്ത് കളയുകയാണ് എന്ന് പറയാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ, മോളെ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. അത് പിന്നെ പപ്പ, എല്ലാത്തിലും ഒരു നല്ല രീതിയിലുള്ള മേൽനോട്ടം എപ്പോഴും ആവശ്യമാണെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുടെ ആവശ്യപ്രകാരം സ്റ്റാലി കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താനായിട്ട് നിൽക്കുന്നു. ഒടുവിൽ നമ്മുടെ തിരിമറിയും കാര്യങ്ങളും എല്ലാത്തിൻ്റെ അന്വേഷണത്തിലൊടുവിൽ റീത്തയിലേക്ക് പതിയെ വിരൽ ചൂണ്ടുകയാണ് എല്ലാവരും എന്ന് കാണാം. സ്റ്റാലിൻ്റെ കൺമുൻപിൽ നിന്നും ഈ പണമൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത് റീത്തയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അലീനയും സ്റ്റാലിയും എത്തുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.